ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ. വിദേശ തൊഴിൽ തട്ടിപ്പ് പരാതി പ്രളയം തുടരുന്നു. കേരളത്തിൽ നിന്നും വിദേശ ജോലി തേടുന്നവരെ സാമ്പത്തിക തട്ടിപ്പിനിരയാക്കുന്ന മാഫിയ സംഘങ്ങൾക്കെതിരായ പരാതികൾ വ്യാപകമാവുകയാണ്. ഏറ്റവും ഒടുവിൽ എറണാകുളം പള്ളിമുക്കിലെ ജൂപ്പിറ്റർ ട്രാവൽസ് എന്ന മാൻ പവർ കൺസൾട്ടൻസി ഇറ്റലിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 70 പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ ഇറ്റലിയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി പരസ്യം നൽകി ജൂപ്പിറ്റർ ട്രാവൽസ് ഉടമ ബിജു തോമസ്, HR മാനേജർ ഷെല്ലി എന്നിവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി കിരൺ ദാമോദരൻ എന്ന ഉദ്യോഗാർത്ഥിയിൽ നിന്നും 2024 ഫെബ്രുവരി 1 1 ലക്ഷം രൂപയും പാസ്പോർട്ടും വാങ്ങിയ ശേഷം ജോലിയോ പണമോ നൽകാതെ കബളിപ്പിച്ചുവെന്ന് എറണാകുളം സൗത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കിരൺ ഉൾപ്പെടെ 70-ൽ പരം ആളുകൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായതായി പറയപ്പെടുന്നു. വിദേശ ജോലി തേടി വരുന്ന ഉദ്യോഗാർത്ഥികളോട് 35,000 രൂപ മാത്രമേ സർവീസ് ചാർജായി ഈടാക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഈ ഏജൻസി 49,500 രൂപ വെച്ച് ഓരോരുത്തരിൽ നിന്നും വാങ്ങുന്നത്. കേരളത്തിൽ നിന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് മലയാളികളാണ് തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നത്. ഈ സാഹചര്യം മുതലെടുത്താണ് ഇത്തരം ഏജൻസികൾ പണം തട്ടുന്നത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസായ 35,000 രൂപ ഇവർ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങും. ബാക്കി വരുന്ന ലക്ഷങ്ങൾ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വാങ്ങും. ഇതിന് GST മറ്റും നൽകേണ്ടതില്ല. ഇത്തരത്തിൽ കേരളത്തിൽ ഓരോ വർഷവും 1000 കോടിയിലേറെ രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് ഈ മേഖലയിൽ മാത്രം നടക്കുന്നത്. ഇത് കൂടാതെയാണ് അനധികൃത ഏജന്റുമാർ വഴിയുള്ള തൊഴിൽ തട്ടിപ്പ്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയാകുന്നവരിൽ നല്ലൊരു പങ്കും സാധാരണക്കാരാണ്. വിദേശ തൊഴിൽ തേടുന്നവർക്ക് സർക്കാർ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സമയത്ത് ശ്രദ്ധിക്കാതെ ജീവിക്കാൻ ഒരു തൊഴിൽ ലഭിക്കുമെന്ന ആഗ്രഹത്തിൽ ഏജന്റുമാരുടെ കെണിയിൽ ഇവർ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരം തൊഴിൽ തട്ടിപ്പിനെതിരെ ശക്തമായ ക്യാമ്പയിനുമായി ചാനൽ 91 മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത പുറത്തുവിട്ട ശേഷം 100 കണക്കിന് പരാതികളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ തൊഴിൽ തേടുന്നവർ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതോടൊപ്പം ചാനൽ 91 ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ സേവനവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91 കൊച്ചി.